നമസ്കാരം. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2017 ആണ്ടിൽ വിഷഫലമായിട്ട് പൊതുവെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അനുഭവിച്ചു വന്നിരുന്ന പല പ്രകാരത്തിലുള്ള മാർഗതടസ്സങ്ങളെ അതിജീവിച്ച് ഈ വരുന്ന ജൂലൈ മാസം മുതൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി കൈവന്നു ചേരും. എന്നാൽ അതിൽ നിന്നും ഒരു നേട്ടം, കഠിനാധ്വാനം ചെയ്തും കൊണ്ടുള്ളൊരു നേട്ടം എന്ന് പറയുന്നത് ഒരു പക്ഷേ 2018 സെപ്റ്റംബർ മാസത്തിന് ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക. എന്നിരുന്നാലും വരവും ചെലവും തുല്യമാകുന്ന വിധത്തിലുള്ള തൊഴിൽ ചെയ്തും കൊണ്ടുള്ള ഏറ്റെടുത്തും കൊണ്ടുള്ള പ്രവർത്തന മേഖലയിൽ ഏർപ്പെടുവാനുള്ള അവസരങ്ങളാണ് ഉണ്ടായിത്തീരുക. അതുകൊണ്ട് ചിലപ്പോൾ ജോലി മാറണം, മറ്റൊരു ജോലി ലഭിക്കണം എന്നുള്ളൊരു തീരുമാനമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു പ്രതീക്ഷിച്ച ഒരു സാമ്പത്തികമായിട്ടുള്ള നേട്ടമോ ആനുകൂല്യങ്ങളോ അംഗീകാരങ്ങളോ ലഭിക്കുവാൻ സാധ്യത കുറവായിരിക്കും. ആയതുകൊണ്ട് ശമ്പളം വലിയൊരു വ്യത്യാസമൊന്നുമില്ലെങ്കിൽ പോലും പ്രസ്ഥാനത്തിൻ്റെ പേരിനെ അടിസ്ഥാനപ്പെടുത്തി നിലവിലുള്ള സ്ഥാപനത്തിൽ തുടരുകയായിരിക്കും 2018 സെപ്റ്റംബർ മാസം വരെ നന്നായിരിക്കുക. അമിതമായുള്ള ആത്മവിശ്വാസം ഒഴിവാക്കേണ്ടതാണ്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പുതിയ ആശയങ്ങൾ അവലംബിച്ചാലും പ്രതീക്ഷിച്ച നേട്ടം കുറയും. വിദേശത്ത് ഉദ്യോഗം ലഭിച്ചു പോയാൽ പോലും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയുവാനാണ് യോഗം കാണുന്നത്. ഒരുപക്ഷെ ഒരു വർഷത്തേക്ക് ഗൃഹത്തിൽ നിന്നും വിട്ടുനിന്ന് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളോ മാസത്തിലൊരിക്കൽ വന്നു പോകുവാൻ തക്കവണ്ണമുള്ള ഒരു ഉദ്യോഗമാറ്റമോ ഉണ്ടായിത്തീരുവാനുള്ള യോഗമുണ്ട്. അവ്യക്തമായിട്ടുള്ള പണമിടപാടുകളിൽ നിന്നും പിന്മാറുകയായിരിക്കും നന്നാവുക. സുസ്ഥിരതയുള്ള കർമ്മ മേഖലകൾക്ക് അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ട് ലക്ഷ്യപ്രാപ്തി നേടുവാൻ ഉപകരിക്കും. അവധി ലഭിക്കാത്തതിനാൽ വിദേശത്തു നിന്നും ജന്മനാട്ടിൽ വന്നു പോകുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. അഥവാ ജന്മനാട്ടിൽ വന്നു പോകുകയാണെങ്കിൽ പോലും ഒരുപക്ഷെ ജോലി നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുള്ളതിനാൽ ജന്മനാട്ടിൽ വന്നു പോകുന്നത് ഉപേക്ഷിക്കുവാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട്. സാമ്പത്തിക ആവശ്യത്തിന് ഒരുപക്ഷെ പൂർവികമായിട്ടുള്ള സ്വത്തോ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഗൃഹമോ വിൽക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ആശയങ്ങളും പ്രതീക്ഷകളും ഉണ്ടെങ്കിലും ഒരു കാര്യത്തിനും പൂർണ്ണത കൈവരുവാനുള്ള സാധ്യതകൾ വളരെ കുറവായതിനാൽ, ആത്മാർത്ഥമായി പ്രവർത്തിച്ചാലും നേട്ടം വളരെ കുറവായതിനാൽ അഹോരാത്രം എല്ലാ കാര്യങ്ങൾക്കും പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ ഈ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ സഹപ്രവർത്തകർക്കോ മേലുദ്യോഗസ്ഥനോ അതിൻ്റെ ഒരു സൽകീർത്തി വന്നു ചേരുന്നത് വഴി മാനസികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളൊക്കെ അനുഭവപ്പെടും. ഹൃദ്രോഗ നാഡീരോഗ പീഡകൾക്കും കരൾ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും വിദഗ്ധമായിട്ടുള്ള ചികിത്സയും അടിയന്തര ശസ്ത്രക്രിയയും വേണ്ടി വരുവാനും ചോതി നക്ഷത്രക്കാർക്ക് ഈ 2017 ആണ്ടിൽ വിഷഫലമായി പറയുന്നു. നമസ്കാരം.